എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മുട്ടയാണ് കേട്ടോ. പച്ചമുട്ടയാണോ പുഴുങ്ങിയ മുട്ടയാണോ ഏറ്റവും നല്ലതെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ മുട്ടയിൽ പ്രധാനമായിട്ടും എ, ഡി, ഇ, B12, ല്യൂട്ടിൻ പോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തിന്? നമ്മുടെ മുട്ടയെന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അത്രയും പോഷക ഗുണങ്ങളുണ്ട്. സോ നമ്മൾ ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ എന്നും കഴിക്കുന്നത് അത്യുത്തമമാണ്. എന്നാൽ ഈ കഴിക്കുന്ന മുട്ടയില്ലേ, അത് ഏത് ഫോമിൽ കഴിക്കണമെന്നുള്ളതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പച്ചമുട്ട കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. സോ റെഗുലറായിട്ട് പച്ചമുട്ട കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് പച്ചമുട്ട കഴിക്കുമ്പോൾ പോഷകങ്ങളൊന്നും പോവില്ലല്ലോ, കാര്യം വേവിക്കുമ്പോൾ പോഷകങ്ങൾ നഷ്ടമാവുമല്ലോ, മറ്റേത് നഷ്ടമാവാതെ നമുക്ക് എല്ലാം കിട്ടും, ഒരു തരി പോലും കളയാതെ എല്ലാം കഴിക്കാമല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് നമ്മൾ പഴമക്കാർ പറയുന്നതും അങ്ങനെയാണ് കുറച്ച് പേര്. അപ്പോൾ ഇതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് ഇന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ പച്ചമുട്ടയിലെന്ന് പറയുന്നത് അവിഡിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് നമ്മൾ പച്ചമുട്ടയിൽ. സോ ഈ അവിഡിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ന്യൂട്രിയൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ബയോട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. സോ ഈ അവിഡിൻ ഉള്ള സമയത്ത് ഈ ബയോട്ടിനെ അബ്സോർപ്ഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുട്ട കഴിച്ചു കഴിഞ്ഞാൽ വെറും 50% പ്രോട്ടീൻ മാത്രമേ നമ്മളെ ബോഡിയിൽ അബ്സോർപ്ഷൻ ചെയ്യുള്ളൂ. എന്നാൽ നമ്മൾ വേവിച്ച മുട്ട കഴിച്ചാൽ 90% ഓഫ് പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ അബ്സോർപ്ഷൻ നടന്നിരിക്കും. അപ്പോൾ ജിമ്മിൽ പോകുന്നവരായാലും അല്ല, നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ ഇത്തിരി ആരോഗ്യമൊക്കെ നല്ലതായി ഇരിക്കാനാണ് മുട്ട കഴിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വേവിച്ച് മാത്രം കഴിക്കുക. മാത്രമല്ല, നമ്മൾ വേവിക്കാതെ പച്ചമുട്ട കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങളെന്ന്? ഒന്ന്, ഇതിൽ സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കണ്ടക്റ്റ് ഉണ്ട്. സോ ഈ ബാക്ടീരിയ നമ്മളെ ദഹനനാളത്തിലൊക്കെ വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും. മാത്രവുമല്ല, ഇത് നമ്മളുടെ ദഹനം ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഇനി ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറവുള്ളവർ, പ്രഗ്നൻസി ലേഡീസ്, കുഞ്ഞു കുഞ്ഞു മക്കൾ, ഇവർക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പച്ചയായിട്ട് മുട്ട കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവർക്കെല്ലാം പുഴുങ്ങിയ മുട്ട തന്നെയാണ് നല്ലത്. സോ ചുരുക്കി പറഞ്ഞു വന്നത്, നിങ്ങൾ മുട്ട കഴിക്കൂ, എത്ര വേണമെങ്കിലും കഴിക്കൂ എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇനി എത്ര മുട്ട കഴിക്കാം? മുട്ട കഴിക്കുന്നത് ആക്ച്വലി നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നത്തെ ദിവസം വേറെ പയർ ഐറ്റംസോ ചിക്കനോ ഫിഷോ ഒന്നും കഴിച്ചില്ല എങ്കിൽ ഞാൻ 3-4 എഗ്ഗ് വരെ എടുക്കും. എന്നാൽ അത്യാവശ്യം ഇന്ന് ഫിഷും ചിക്കനും ബാക്കി തൈരും ഓരോ ഐറ്റംസൊക്കെ എല്ലാം ഒന്ന് ഓൾമോസ്റ്റ് പിന്നെ പ്രോട്ടീൻ പൗഡറും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര 2, 3, 5, 6, 10, 12 മുട്ടയുടെ ആവശ്യമില്ല, എങ്കിൽ ഒരു എഗ്ഗ് വേണം. ഇനി ജനറലായിട്ട് എല്ലാ ദിവസവും ഒരു മുട്ട നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിക്കണം. ഓക്കെ, കാര്യം ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഡേയിലെ ന്യൂട്രിയൻസ് ഫില്ലാവുമെന്ന് പറയുന്ന പോലെ നമ്മളൊരു മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു മുട്ട മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ മാജിക്കുകളൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതും ഒരു മാജിക്കിന് കാരണമാകാം. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് വലിയ ഒരു മാജിക് റിസൾട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ പച്ചമുട്ട കഴിക്കുന്നവർ ദയവ് ചെയ്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മൾ ഈ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ പച്ചമുട്ട കഴിക്കുന്നവരല്ലേ, അവർക്ക് വരാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രൈറ്റീസ്, ബ്ലോട്ടിങ്, ഡയറിയ ഇഷ്യൂസ്, വയറിളക്കം പോലത്തെ ഇഷ്യൂസ്. സോ ഇങ്ങനത്തെ റിസ്ക് എടുക്കാതിരിക്കുക. വെറുതെ എന്തിനാണ് നമ്മൾ കുറേ ബാക്ടീരിയ നമ്മളുടെ വയറിൽ താമസിക്കാനായിട്ട് വീട് കെട്ടി കൊടുക്കുന്നത്? സോ ബോയിൽ ചെയ്ത് കഴിക്കൂ. നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ടും 90% ഓഫ് പ്രോട്ടീനും നിങ്ങൾക്ക് കിട്ടും. അതിലും ഇനിയിപ്പോൾ കമൻറ്റ് വരാം, ഓംലേറ്റ് ആണോ നല്ലത്, പോച്ച്ഡ് എഗ് ആണോ നല്ലത്, ബോയിൽഡ് എഗ് ആണോ നല്ലത്? ഏറ്റവും നല്ലത് ബോയിൽഡ് എഗ് ആണ്. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ ബോയിൽഡ് എഗ് കഴിക്കുമ്പോൾ ബോറടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പല മാറ്റങ്ങളിലൂടെ, കുക്കിംഗ് മെത്തേഡുകളിലൂടെ മാറ്റാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കുക, ബോയിൽഡ് എഗ് ആകുമ്പോൾ നമുക്ക് ഓയിൽ കണ്ടന്റ് വേണ്ട, അത് അത്രയും കുക്കായിട്ട് കഴിക്കാം. ബാക്കി നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഓയിൽ കണ്ടന്റ് ആഡ് ആയിട്ട് വരും. സോ ഏത് രൂപത്തിലായാലും കുക്ക് ചെയ്ത എഗ്ഗ് മാത്രം കഴിക്കുക. സോ ഇനി ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പച്ചമുട്ട കഴിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ കേട്ടോ. താങ്ക് യു.